ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. പദവി ഒഴിയുന്ന ഗവർണറെ അവഗണിക്കാൻ സംസ്ഥാന സർക്കാർ. നാളെ കേരളം വിടുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ മുഖ്യമന്ത്രി കാണില്ല. ഗവർണർക്കായി സർക്കാർ വക യാത്രയപ്പ് സമ്മേളനവും ഉണ്ടാകില്ല. യാത്രയാക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിമാനത്താവളത്തിൽ പോകേണ്ടതില്ല എന്നാണ് തീരുമാനം. യാത്രയപ്പ് ഒഴിവാക്കിയത് ദുഃഖാചരണത്തെ തുടർന്നാണെന്നാണ് വിശദീകരണം നൽകുന്നത്. ആർ റോഷിപാലുണ്ട് വിശദാംശങ്ങളുമായി. റോഷിപാൽ, ദുഃഖാചരണമാണ്, പക്ഷേ ഭിന്നത ഒരിടവേളയ്ക്ക് ശേഷം രൂക്ഷമായിരുന്നു. ആ സാഹചര്യത്തിൽ തന്നെയാണോ ഗവർണറെ പൂർണ്ണമായി അവഗണിച്ചേക്കാം, ഒരു യാത്രയപ്പ് പോലും നൽകേണ്ട, ആ മര്യാദ പോലും വേണ്ട എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്? വിനീത, സംശയമില്ല, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അവഗണിക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. കാരണം സർക്കാരിനെ പലവട്ടം വെല്ലുവിളിച്ചിട്ടുണ്ട് ഗവർണർ. പ്രധാനപ്പെട്ട പല ബില്ലുകളും നിയമസഭ പാസാക്കിയിട്ടും അതിൽ ഒപ്പുവെക്കാൻ ഗവർണർ തയ്യാറായില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലേക്ക് സർക്കാരിനെ അവഗണിച്ച് മന്ത്രിയെ ഉൾപ്പെടെ അപമാനിച്ചുകൊണ്ട് നേരിട്ട് ഗവർണർ ചാൻസലർ പദവി ഉപയോഗിച്ച് ഇടപെട്ടു. അവിടെ സംഘീവൽക്കരിക്കാനുള്ള ശ്രമം നടത്തിയെന്നടക്കമുള്ള ആക്ഷേപങ്ങൾ CPM-ഉം സർക്കാരിനും ഒരുപോലെയുണ്ട്. സർവകലാശാലയുടെ സ്വയംഭരണാധികാരത്തിൽ ഗവർണർ തുടർച്ചയായി ഇടപെടുന്നുവെന്നടക്കമുള്ള ഒട്ടേറെ വിഷയങ്ങൾ സർക്കാർ പരാതിയായി ഉയർത്തി. പിന്നീട് അത് വാക്പോരിലേക്ക് വന്നു. അങ്ങനെയുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരിച്ചു പോകുമ്പോൾ, പദവി ഒഴിഞ്ഞു പോകുമ്പോൾ ഒരു തരത്തിലും യാത്രയപ്പ് വേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നു. കാരണം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ അന്തരിച്ചതിനെ തുടർന്ന് ഔദ്യോഗിക ദുഃഖാചരണമുണ്ട്. അങ്ങനെ രാജ്ഭവനിലെ യാത്രയപ്പ് ഒഴിവാക്കിയതാണ്. സർക്കാർ യാത്രയപ്പ് ഒഴിവാക്കുമ്പോൾ അങ്ങനെ ഒരു വിശദീകരണം നൽകുമെങ്കിൽ പോലും അവിടെ രാജ്ഭവനിൽ പോയി മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ അവസാനവട്ടം ഗവർണറെ ഒന്ന് കാണേണ്ടതില്ല എന്ന തീരുമാനമെടുത്തു. സാധാരണ വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ പോയി യാത്രയക്കുന്നതാണ്. അത് അങ്ങനെ ഒരു യാത്രയപ്പ് പോലും ഗവർണർ അർഹിക്കുന്നില്ല എന്ന വിലയിരുത്തലിലേക്ക് സർക്കാർ എത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് നാളെ ഉച്ചയോടെ 12:30 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും സംസ്ഥാനം വിടുമ്പോൾ ഗവർണറെ ഒന്ന് യാത്രയേക്കാൻ പോലും സർക്കാർ പ്രതിനിധികൾ, മന്ത്രിമാരും പോകില്ല. പക്ഷേ ഇന്ന് രാജ്ഭവനിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും DGP ഷെയ്ഖ് ദർവേഷ് സാഹിബും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. അങ്ങനെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ രാജ്ഭവനിലെത്തി ഗവർണറെ മുഖം കാണിച്ചു മടങ്ങുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയ തീരുമാനമാണ് LDF-ൻ്റേത്. സർക്കാർ പ്രതിനിധികളായി മന്ത്രിമാരും ഈ യാത്രയേക്കാൻ വിമാനത്താവളത്തിലേക്ക് പോകില്ല. നേരത്തെ P സദാശിവം ഗവർണർ പദവി ഒഴിയുമ്പോൾ അത് ഏറ്റവും മികച്ച രീതിയിലുള്ള യാത്രയപ്പാണ് സംസ്ഥാന സർക്കാർ നൽകിയത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിമാനത്താവളത്തിലെത്തി ഗവർണർക്ക് യാത്രയപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ കേരളം വിടുമ്പോൾ ഒരു തരത്തിലുള്ള യാത്രയപ്പും ഉണ്ടാകില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഏതായാലും ഈ തർക്കം മുറുകുന്ന സാഹചര്യത്തിൽ കൂടിയാണ്, അങ്ങനെ ഒരു തർക്കം നിലനിൽക്കുമ്പോഴാണ് ഗവർണർ പദവി ഒഴിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് മടങ്ങുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ്. കേരള സർവകലാശാലയിൽ ഗവർണർ എത്തുമ്പോൾ വലിയ പ്രക്ഷോഭത്തിന് അവിടെ സാക്ഷ്യം വഹിച്ചതാണ് SFIയുടെ നേതൃത്വത്തിൽ. ഏതായാലും നേരത്തെ സർക്കാർ ഉന്നയിച്ച പരാതികൾ ഗവർണർക്കെതിരെ അത് നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടി ഈ യാത്രയപ്പ് ഒഴിവാക്കിയത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഗവർണർക്ക് അവസാനം ഗവർണർ കേരളം വിടുമ്പോൾ ഒന്ന് വിമാനത്താവളത്തിലെത്തി യാത്രയേക്കാൻ തയ്യാറാകാത്തതിലൂടെ കൃത്യമായി ഉറപ്പിക്കാം അത് ഒരു നിലപാടിന്റെ ഭാഗമായെന്ന് അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. വിനിത.